എന്താ അറിയില്ല, പണ്ട് തൊട്ട് ആൺകുട്ടിയാണെന്നൊരു ചിന്ത ചെറിയ സമയത്ത് ഈ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ കയറി പിടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാൻ ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറയും, മോളെ നിനക്ക് അറിയില്ല എന്നിട്ടാണ്, പെൺകുട്ടിയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം, വീട്ടിൽ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പോലെയാണെന്നാണ് പറയുക എന്നൊക്കെ പറയും. അപ്പം ഒരു പെൺകുട്ടികളുള്ള വീടിനാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനശ്വരിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ, 2 പെൺകുട്ടികളുള്ളൊരു വീട്ടിൽ സൗന്ദര്യം കൂടുതലുണ്ടെന്നൊക്കെ? ഇല്ല ഇല്ല അങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെൺകുട്ടി ഐശ്വര്യമാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അച്ഛനെ കയറി ഞാൻ പണ്ടേ അച്ഛനെ കയറി തിരുത്തുമായിരുന്നു. അതെന്തിനാ പെൺകുട്ടി എന്തിനാ ഐശ്വര്യമാവണേ, പെൺകുട്ടി എന്തിനാ വീടിന്റെ ഇങ്ങനെ ഈ ലക്ഷ്മി ഒരു ദേവി, എന്തിനാണ് പെണ്ണിനെ കൊണ്ടുപോയിട്ട് ദേവിയും ലക്ഷ്മിയൊക്കെ ആവണേ, അവർ ഇങ്ങ് നിന്നോട്ടെ എന്നോ മറ്റുള്ള ഞാനിരുന്ന് പറയാം. എനിക്കങ്ങനെ പെൺകുട്ടികളുള്ള വീടെങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ. ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ അവരും പറയും 2 പേരുള്ള വീട് ഭയങ്കര രസമാണെന്ന്, അവരത് തല്ലും പിടിയൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഇപ്പം ഞാൻ, അമ്മ, ചേച്ചി വെച്ചാൽ നമ്മളൊരു ടീം പോലെയായിരുന്നു, 3 പെൺപിള്ളേർ. അപ്പം അച്ഛൻ ലാസ്റ്റ് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യുമ്പോൾ വിട്ടേ സമ്മതിച്ചു കൊടുത്ത് ആ ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളിപ്പം വളരുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇന്ന ജോലി നമ്മൾ ചെയ്യണം, നമ്മൾ പെൺകുട്ടികളാണ്, വേറെ വീട്ടിൽ കയറേണ്ടവരാണ്, അപ്പം നമ്മൾ പണിയൊക്കെ എടുക്കണം, കുക്ക് ചെയ്യണം എന്ന രീതിയിലൊന്നും ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല ആരും. അച്ഛനായാലും അമ്മയായാലും ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും കുക്ക് ചെയ്യണമായാലും അച്ഛന് ഇഷ്ടമുള്ള എല്ലാം അച്ഛൻ ചെയ്യും, അമ്മയും ചെയ്യും. അങ്ങനെ ഇന്ന ജോലി ഇന്നത് ചെയ്യണം എന്നൊരു രീതിയിൽ ഞങ്ങൾ 2 പേരെയും ഇനി നാളെ നീ വേറെ വീട്ടിൽ കയറി പോകാനുള്ളതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ബ്യൂട്ടി ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അടുത്ത വീടുകളിൽ കാണുന്നുണ്ട് അവരെ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഉള്ള വീടാണെങ്കിൽ പെൺകുട്ടി നീ പെണ്ണല്ലേ നിനക്ക് ചെയ്തുകൂടെ എന്ന മട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങളെ 2 പേരെയും നമ്മൾ വളർത്തിയിട്ടില്ല. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങൾ ആ രീതിയിൽ ജീവിക്കണം. അല്ലാതെ വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് അവരെ കീഴിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ, നിങ്ങൾ എന്ത് ചെയ്യുന്ന ഹെൽപ്ലെസ് ആയി നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന രീതിയിലാണ് ഞങ്ങളെ അച്ഛനും അമ്മയും വളർത്തിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു രസം, എനിക്കത് ഇപ്പോഴാണ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നത്. അന്നേ ഭയങ്കര അടിപൊളിയായിരുന്നല്ലേ ഇവർ.